ആ പല്ല് ഒരു പ്രോസ്തറ്റിക് ആണ്. ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ റോണക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഷൂട്ട് കഴിഞ്ഞാൽ അത് റൂമിൽ കൊണ്ടുപോയി ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടുവരുമായിരുന്നു. ആ പല്ലാണ് ആ കാണുന്നത്. എന്റെ പല്ല് അകത്തുണ്ട്. അത് ഞാൻ ഡെയിലി തേക്കുന്നുണ്ടായിരുന്നു. സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളാണ് നല്ല സിനിമാറ്റോഗ്രാഫർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അകത്ത് സിനിമാറ്റോഗ്രാഫറിന്റെ കഴിവ് കാണിക്കാനല്ല. എൻ്റെ പ്രോബ്ലം വെച്ചാൽ ഞാനൊരു കഥയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥയെ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, ആ കഥ എങ്ങനെ പറയാം, എങ്ങനെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിനകത്ത് ഇമോഷൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അതായത് ആ ക്യാരക്ടറോ ഈ ക്യാരക്ടറോട് എടുത്തിട്ട് ഇത് യൂണിവേഴ്സായി ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് എൻ്റെ കുഴപ്പമായിരിക്കാം, എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇതൊരു സ്ക്രിപ്റ്റ്, ഇത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കണ്ടേ? ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ്. നമുക്ക് ചുമ്മാ ഇരുന്ന് പറയാം അവിടെ ഇരുന്നുണ്ടെന്ന്. ഞാനിപ്പോൾ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞാൽ ഒരബദ്ധം പറ്റി. ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ത്രില്ലർ സിനിമകൾ ഓർക്കുന്ന ഒരു നല്ല ഡയറക്ടറാണ്. അദ്ദേഹം പ്രസന്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ മലയാളം എക്സ്പെക്ട് ചെയ്യും. എന്തൊക്കെയാണ് ചിത്രത്തിൽ, എന്തൊക്കെ സസ്പെൻസ് ആണ് ഒളിപ്പിച്ചിരിക്കുന്നത്, പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന സസ്പെൻസ് അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ട് പറയാ. ജീതു സാറിന്റെ പേര് അസോസിയേറ്റഡ് ആകുമ്പോൾ ഒബ്വിയസ്ലി അതിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് ടു അട്രാക്ട് ദി ഓഡിയൻസ്. അറ്റ് ദ സെയിം ടൈം അതൊരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. സാറിന്റെ പേര് മോശമാക്കാണ്ട് നമ്മൾ സിനിമ ചെയ്യണമല്ലോ. സോ ഐ ഫീൽ വി ആസ് എ ടീം ഹാവ് ഡൺ ജസ്റ്റിസ് ടു ഇറ്റ്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. ഞാനൊരു മിനിറ്റ് പറഞ്ഞത് ബേസിക്കലി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് വിഷ്വല്, ഒരു ലൊക്കേഷൻ. സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസും ഒന്നുമില്ല. നമ്മൾ എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളത്. രണ്ടുപേരെ ഉള്ളൊരു ആ രണ്ടുപേര് അത് വെൽ സ്ക്രിപ്റ്റഡ് ആണ്, വെൽ പെർഫോംഡ് ആണെങ്കിൽ ആ സിനിമ നിൽക്കും. എന്റർടൈൻ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ എത്രയോ 100 ആർട്ടിസ്റ്റ് നിന്ന് അഭിനയിച്ച പടമൊക്കെ ഇവിടെ തിയേറ്ററിൽ കൂടെ സർവൈവ് ചെയ്യാതെ പോയിട്ടുണ്ട്. സോ അതല്ല എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അർഫാസ് എന്നോട് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അർഫാസ് അങ്ങനെ ചിന്തിച്ചല്ലോ എന്നുള്ള. ആസ് എ ഫിലിം മേക്കർ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു എന്ന് കരുതി അർഫാസ് ഇപ്പം പറയുന്ന ലോകത്തിൽ ഇന്നേവരെ ആരും പറയാത്ത കാര്യമൊന്നുമില്ല. കാരണം ഞാൻ പണ്ട് ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ശേഖർ കപൂർ, ഞാനത് ഒത്തിരി ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. മഹേഷ് ഭട്ട് ശേഖർ കപൂർ ഇന്റർവ്യൂവിൽ മഹേഷ് ഭട്ട് ശേഖർ കപൂറിനോട് ചോദിക്കുന്നുണ്ട്, ബഡ്ഡിങ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ബി എ ഗുഡ് ഡയറക്ടർ ഗോ അഗൈൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദ ഇൻഡസ്ട്രി എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരേ പാറ്റേൺ, ഒരേ ഇത് എങ്ങനെ ചെയ്യും, അങ്ങനെ ചിന്തിക്കുമ്പോൾ അർഫാസ് വന്ന് എന്നോട്, അർഫാസ് പല കഥകൾ പറഞ്ഞിട്ടുണ്ട്. അത് പലതും ബാക്കിയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. കാരണം മലയാളത്തിന് ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യാനും അത് ആസ്വദിക്കാനും കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ കേരള മലയാളികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് ഇരുന്നത് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ അതിനകത്ത് വിഷ്വലും മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, എഴുത്തുണ്ട്, ഇവരുടെ പെർഫോമൻസ് ഉണ്ട്. അതിലാണ് സിനിമ നിൽക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അമലയാണ് ആ റൂമറിന്റെ പിന്നില്. മാസങ്ങളോളം പല്ല് തേക്കാതെ അഭിനയിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് പറ്റുമെന്ന് അറിയില്ല. ഇനി അമലക്ക് അത് എപ്പോഴാ തോന്നിയെന്നും എനിക്കറിയില്ല. കാര്യം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു കാണുമ്പം. കാര്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അയാള്. ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാള് ലുക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിയിട്ടൊന്നും അയാൾ ബോധേഡ് അല്ല. സോഴ്സസ് അങ്ങനെ സൗകര്യമില്ലാത്തോണ്ടൊന്നുമല്ല, പുള്ളി ബോധേഡ് അല്ലായിരുന്നു. ആരും കാണാനില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതിനു വേണ്ടി പല്ല് തേക്കാതിരുന്നിട്ടൊന്നുമില്ല. പിന്നെ ആ പല്ല് ഒരു പ്രോസ്തറ്റിക് ആണ്. ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ റോണക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഷൂട്ട് കഴിഞ്ഞാൽ അത് റൂമിൽ കൊണ്ടുപോയി ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടുവരുമായിരുന്നു. അപ്പം ആ പല്ലാണ് ആ കാണുന്നത്. എന്റെ പല്ല് അകത്തുണ്ട്. അത് ഞാൻ ഡെയിലി തേക്കുന്നുണ്ടായിരുന്നു.
എന്നിട്ട് ആ ഡെയിലി ഒരു സെൽഫി എടുത്ത് അയക്കും വീട്ടിലേക്ക് പിള്ളേർക്ക് ഗുഡ് മോർണിംഗ്. സെന്റ് ആന്റണീസ് കോളേജില് ഒരു ഫംഗ്ഷൻ, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷന് പോയപ്പോൾ അമല ധരിച്ച വസ്ത്രത്തിനെതിരെ, അതായത് വസ്ത്രം മുംബൈ ഡാൻസ് ബാർ അല്ലാന്ന് പറഞ്ഞ കാസ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പൊ അതിനോട് എന്താണ് പ്രതികരിക്കുന്നത്? അതായത് വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല, ഒരു ക്രിസ്ത്യൻ കോളേജിലെ ഒരു പരിപാടിക്കാണ് വന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം എന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. ഐ വോർ വാട്ട് ഐ ലൈക്ക് ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല. മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇൻഅപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം. ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്. ബട്ട് അത് എങ്ങനെയാണോ പോർട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലല്ലോ. അപ്പൊ അതില് ഐ തിങ്ക് എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ. അപ്പൊ അത് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് എങ്ങനെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ കാണണം എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ. ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻഅപ്രോപ്രിയേറ്റ്. ബട്ട് ഞാൻ ഇട്ട ഡ്രസ്സ് ഐ ഡോണ്ട് ഫീൽ ദർ എനിത്തിങ് റോങ് ഇൻ ദാറ്റ്. ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ടഡ് ടു ഗിവ്, ടു ബി യുവർ സെൽഫ്. ആൻഡ് ഐ ലൈക്ക് വാട്ട് ഐ വോർ. ഐ വോർ വാട്ട് ഐ ലൈക്ക്. സോ അത്രേ ഉള്ളൂ. അമല, ഇത്രയും ജനറേഷൻ വളർന്നു പറഞ്ഞാലും വികസനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇപ്പൊ നല്ല ഡ്രസ്സിങ്ങിനായാലും അവനോട്ട് ഇഷ്ടമാണ്. ഇപ്പൊ കോമൺ ബാത്റൂം എന്ന് പറഞ്ഞൊരു സിസ്റ്റം തന്നെ മഹാരാജ് വന്നു. ആണായാലും പെണ്ണാലും ഈക്വാലിറ്റി എന്നുള്ള ലെവലില് അങ്ങനെയുള്ള സൊസൈറ്റി പോലും ഈ പറയുന്ന പോലെ ഒരു ഡ്രസ്സ് ഇട്ടതിന് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ കമന്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വളർച്ചയെക്കാളും മുരൾച്ചയല്ലേ കാണിക്കുന്നത്. അതിപ്പോ അങ്ങനെയായി. നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാലോ. ഇപ്പൊ സാരി ഉടുത്താലും അത് എങ്ങനെ പോർട്രേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി ഉടുത്താലും അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ്. സോ ഐ വോണ്ട് ടു ഗിവ് മൈ എനർജി ഇൻ ടു വാട്ട് ഐ ഡു. ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ, ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റിന് പോകുമ്പോൾ ധരിക്കുന്നത്. ഞാൻ സാരീസ് കൊടുക്കാറുണ്ട്, സൽവാസ് കൊടുക്കാറുണ്ട്, വെസ്റ്റേൺ ഡ്രസ് കൊടുക്കാറുണ്ട്. എനിക്ക് എന്താണോ കംഫർട്ടബിൾ, എനിക്ക് എന്താണോ എന്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഗെയിം. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പറ്റി പറയണം. കാരണം ടീസർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം നല്ല ഗംഭീരമായിട്ടുള്ള ഷോട്ട്സ് കാണിക്കുന്നത്. അത് എടുത്ത് പറയുകയാണെങ്കിൽ ആ ഒരു ഗുഹ അല്ലെങ്കിൽ ആ റെയിൽവേ ട്രാക്ക് ആസിഫ് നടന്നു വരുന്ന ആ ഒരു ഷോട്ട്, അപ്പം എനിക്കൊരു ഡൗട്ട് തോന്നി അന്നേരം. അതായത് ഈ സിനിമയിലെ ഏറ്റവും മികച്ച ഷോട്ടുകൾ കൂട്ടി വെച്ച് ടീസർ ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ സിനിമയിലുടനീളം ഇത്തരത്തിലുള്ള ഷോട്ട്സ് ഒരുപാട് ഉണ്ടായിരിക്കണമെന്ന്. അപ്പൊ ആസിഫ് സിനിമാറ്റോഗ്രാഫിയിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഈ സിനിമാറ്റോഗ്രാഫർ ജഡ്ജ് ചെയ്യുന്നത് സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളാണ് നല്ല സിനിമാറ്റോഗ്രാഫർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അകത്ത് സിനിമാറ്റോഗ്രാഫറിന്റെ കഴിവ് കാണിക്കാനല്ല, അതിൻ്റെ അകത്ത് ഞാനൊരു കുറെ ഗിമ്മിക്സ് കാണിക്കുക, ചിലപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളുണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡയറക്ടർ എങ്ങനെയാണോ ഈ സിനിമ നറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ്ഫുള്ളി ചെയ്യുന്ന ആളായിരിക്കണം നല്ല സിനിമാറ്റോഗ്രാഫർ. അപ്പുവിനെ ഞാൻ ഇതില് മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം, ഈ സിനിമയെ അപ്പു മനസ്സിലാക്കി ഈ ഒരു മാജിക്കൽ ഫീൽ ഈ സിനിമയിൽ കൊടുക്കുക. ഒരു ഇമാജിനറി വേൾഡ് നമ്മൾ പറയുമ്പോൾ അതിനെവിടേക്കോ ഒരു പ്രത്യേകതകൾ, ഒരു അസ്വാഭാവികത തോന്നണം, എന്നാൽ അത് ഭയങ്കര ഗിമിക്കായിട്ട് തോന്നരുത് എന്നുള്ളത് കൃത്യമായ ഒരു ലൈനിലൂടെ അപ്പു പോയിട്ടുണ്ട്. പിന്നെ ആ ലൊക്കേഷൻ ഒരു പുതിയ സ്ഥലമാണ്. അപ്പൊ നമുക്കത് കാണുമ്പോൾ അതിലെ എല്ലാ ഫ്രെയിംസും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ തോന്നും. അത് തന്നെയായിരുന്നു അർഫാസിന്റെ ഉദ്ദേശവും. ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നോ ഏത് ജോഗ്രഫി ആണെന്നോ ഒന്നും ഓഡിയൻസിന് മനസ്സിലാവരുത്. എന്നാൽ ഇതൊരു മലയാള സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ഇന്റർനാഷണൽ സിനിമ, അതായത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൽ നിന്നുള്ള ഇതൊരു മലയാള സിനിമയാണ് പുതിയൊരു സ്റ്റൈലിൽ പറയുന്നത്. അപ്പൊ ആ ഒരു പുതുമ എല്ലാ രീതിയിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ആസിഫ് അലിയുടെ എന്നുള്ള രീതിയിൽ മൾട്ടി ലാംഗ്വേജിൽ വരുന്ന ഒരു ആദ്യത്തെ ഒരു സിനിമയാണ്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ തമിഴ് ഓഡിയൻസ് മലയാള സിനിമ അത് ഏത് നടന്റെ ആണെങ്കിലും നല്ല കഥകൾ, നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ അത്തരത്തിൽ എത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്? നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ സിനിമകളുടെ പ്രൊമോഷനായിട്ടും കേരളത്തിന്റെ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തമിഴ് സിനിമ എന്ന് പറയുന്ന പോലെ, തെലുങ്ക് സിനിമ എന്ന് പറയുന്ന പോലെ ഒരു ഐഡന്റിറ്റി ഇല്ല മലയാള സിനിമയ്ക്ക്. ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം പോയി അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓരോ രീതിയിലുള്ള സിനിമയാണ്. അപ്പം തലവന് ശേഷം എനിക്കിനി വരാൻ പോകുന്ന റിലീസ് അവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു സിനിമ കൊടുക്കാൻ പറ്റുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് നമ്മുടെ സിനിമയുടെ ഒരു വളർച്ച ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്.
സർ 2018 അഭിനയം അവന്റെ ഇത് മൈക്ക് പഠിച്ചു അല്ല എനിക്കൊക്കെ അറിയില്ല, ഞാൻ ഫാൻ ബോയ് ആയതുകൊണ്ട്. ചുമ്മാ തമാശ പറഞ്ഞു. 2018 ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇന്ത്യ ഒട്ടാകെ ഈവൻ ഓസ്കാറിൽ വരെ പോയൊരു സിനിമയാണ്. അപ്പം അതിൽ അഭിനയിച്ച ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ മൾട്ടി ലാംഗ്വേജ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലൊക്കെ ചേട്ടന് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ആവശ്യം ഇനി ഇല്ലല്ലോ, കാരണം ഇപ്പം ഇന്ത്യ ഒട്ടാകെയുള്ള ആൾക്കാരൊക്കെ കണ്ട് കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞത് എനിക്ക് മലയാളത്തിൽ നിന്ന് ഞാൻ പോയി മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നൊരു ആക്ടറാണെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ കിട്ടേണ്ടത് അങ്ങനെ ഒരു വേഷമായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ഒരു സിനിമ കണ്ട് എൻ്റെ ഒരു ക്യാരക്ടർ കണ്ട് അവിടുത്തെ ആളുകൾ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം അവിടെ പോകണം എന്നുള്ളതുകൊണ്ട് ഈ വിളികളൊക്കെ വന്ന സമയത്ത് അതിനേക്കാൾ നല്ല മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോകാതിരുന്നത്. അജിത് സാറിന്റെ എല്ലാ സിനിമകളിൽ തന്നെ ഓരോ മെയിൻ കഥാപാത്രം, ഇപ്പൊ മെമ്മറീസിലെ പൃഥ്വിരാജിന്റെ ആയാലും കൂമല ആസുക്കാടെ കഥാപാത്രത്തെ ആയാലും ദൃശ്യത്തിലെ ലാലിന്റെ ആയാലും എല്ലാ കഥാപാത്രങ്ങളും പറഞ്ഞു പോകുന്ന ഒരു ഡെപ്ത് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും കഥകൾ വേറെയും പറയാനുണ്ടെന്നുള്ള രീതിയിൽ ഇപ്പൊ ദൃശ്യം 2 എടുക്കുമ്പോഴും ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നിരുന്നു. അപ്പൊ ഈ അടുത്ത് കണ്ടതില് ദൃശ്യം 2 കഴിഞ്ഞ് കൂമന് കഴിഞ്ഞ ഒരു ഈ സ്ഥലത്ത് ലാലേട്ടന്റെ ഈ ദൃശ്യം 3 വരാണെങ്കിൽ കൂമനില് ആസിഫ് അലി ആയിരിക്കണം ഈ പറഞ്ഞ പോലെ ലാലേട്ടന്റെ ഒരു ഇത് ഭയങ്കര കമന്റിൽ ഇങ്ങനെ വരുന്നു. അതുപോലെ തന്നെ എല്ലാ സിനിമകളും എടുത്താൽ ഇപ്പൊ പൃഥ്വിരാജിന്റെ റോള് വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ലാലേട്ടനായിട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കമന്റ് ഇങ്ങനെ വരാറുണ്ടായിരുന്നു. അത് അത്തരം ഒരു സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും. യൂണിവേഴ്സൽ അങ്ങനെ പ്രോബ്ലം വെച്ചാൽ കാരണം ആ ഒരു ട്രെൻഡ് അല്ല, എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ആ യൂണിവേഴ്സ് എന്നുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ ഞാനും ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാം എന്നോർത്ത് എൻ്റെ പ്രോബ്ലം വെച്ചിട്ട് ഞാനൊരു കഥയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥയെ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, ആ കഥ എങ്ങനെ പറയാം, എങ്ങനെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിനകത്ത് ഇമോഷൻസ് വർക്ക് ചെയ്തെടുക്കാം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അതായത് ആ ക്യാരക്ടറോ ഈ ക്യാരക്ടറോട് എടുത്തിട്ട് ഇത് യൂണിവേഴ്സ് ആക്കി ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് എന്റെ കുഴപ്പമായിരിക്കാം, എനിക്കറിയില്ല. എന്നോട് എന്റെ മോള് ചോദിച്ചു, ഇത് ശരിക്കും ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പോ സാമലക്സ് മറ്റേ കൂബനിലെ ഇത് CBI നമ്മുടെ സേതുരാമയ്യര് ഇവര്, അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അത് എന്റെ ക്യാരക്ടർ അല്ല എങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുന്നില്ല, എനിക്കങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല. ഓരോ കഥയും ഞാനിങ്ങനെ ഇത് ചെയ്തു വന്നു. ആ പാടെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തത് ദൃശ്യത്തിന്റെയാണ്. അതിങ്ങനെ കറക്റ്റ് ഒരു ഇത് വന്നപ്പോൾ ആ ക്യാരക്ടറിനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഇനിയിപ്പോ നാളെ കൂമൻ ഒരു ഇതുണ്ടാവോ എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു നല്ല ഐഡിയ വന്നാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അല്ലാതെ അവിടുന്ന് കൂമന്റെ ആ ക്യാരക്ടറിനെ എടുത്തു ഈ ക്യാരക്ടറിനെ എടുത്തു ഞാനിങ്ങനെ അങ്ങനെ ഒരു ഐഡിയ ഒന്നും പോകുന്നില്ല, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. അത്ര സിനിമ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇതൊരു സ്ക്രിപ്റ്റ് ഇത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കണ്ടേ? ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ്. നമുക്ക് ചുമ്മാ ഇരുന്ന് പറയാം അവിടെ ഇരുന്നുണ്ട്. ഞാനിപ്പോ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട്. അയ്യോ ദൈവം ഇത് പറഞ്ഞാൽ ഒരബദ്ധം പറ്റി. അല്ല ഞാൻ ഇങ്ങനത്തെയൊക്കെ ഐഡിയ ക്യാരക്ടർ എല്ലാം കൂടെ ഒരു ഐഡിയ വരുവാണെങ്കിൽ ചെയ്യാം. കാരണം ദൃശ്യം 2 സമയത്ത് ഒരബദ്ധം പറ്റി. 3 എവിടെയോ കഥയുണ്ടെങ്കിൽ ഞാൻ തമാശയായിട്ട് അടിച്ചു. അത് കഴിഞ്ഞപ്പം എൻ്റെ മെയില് ആക്ച്വലി ബ്ലോക്ക്ഡായി. സീരിയസ്ലി ആ മെയില് ബ്ലോക്ക്ഡായി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് മറന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞു സാറ് തന്നെ എനിക്ക് അതിനകത്ത് ആ ടൈം ലൈൻ വെച്ചിട്ട് കാണിച്ചു തന്നപ്പോൾ എനിക്ക് ശരിയാ ഞാനൊരു തമാശയായിട്ട് പറഞ്ഞു. ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഇതിന്റെ പേരിൽ ആരും അയക്കണ്ട കേട്ടോ.